ബി.ജെ.പിയുടെ തലവേദനകൾ മാറ്റാൻ മാരാർജി ഭവനിൽ ഹോമവും ശത്രുസംഹാര പൂജകളും. ഹോമത്തിൽ നിന്ന് വിട്ടുനിന്ന് വി മുരളീധരനും കെ സുരേന്ദ്രനും. പ്രസിഡന്റായ ശേഷം രാജീവ് ചന്ദ്രശേഖർ നേരിട്ടത് തുടർച്ചയായ തിരിച്ചടികൾ. ഹോമമല്ല, സംഘടനാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് വേണ്ടതെന്ന വിമർശനവുമായി ബി.ജെ.പി അണികൾ. സംഘടനാ പ്രവർത്തന രംഗങ്ങളിൽ വേണ്ട വിധത്തിൽ ശോഭിക്കാൻ കഴിയാതെ വന്നാൽ എന്തു ചെയ്യും? ശത്രു സംഹാര പൂജ നടത്തിയാൽ എല്ലാം ശരിയാകുമോ? എല്ലാം ശരിയാകാൻ പൂജ നടത്തിയാൽ മാത്രം മതിയെന്ന് വിശ്വസിക്കുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി അഥവാ ബി.ജെ.പി ആണ് ആ പാർട്ടി. രാജീവ് ചന്ദ്രശേഖർ പാർട്ടി പ്രസിഡന്റായി ചുമതലയേറ്റ അന്നു മുതലേ ശക്തമായ തിരിച്ചടികളാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് നേരിടേണ്ടി വന്നത്. തുടർന്നാണ് മാരാർജി ഭവനിൽ ശത്രുസംഹാര പൂജ നടത്താൻ ബി.ജെ.പി നേതാക്കൾ തീരുമാനിച്ചത്. ആ പൂജയിലാകട്ടെ എതിർ ഗ്രൂപ്പ് നേതാക്കളായ കെ സുരേന്ദ്രനും വി മുരളീധരനും പങ്കെടുത്തില്ല എന്നതും രാഷ്ട്രീയ അടിയൊഴുക്കുകളിലേക്ക് കൂടിയാണ് വെളിച്ചം വീശുന്നത്. രാജീവ് സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം തുടർച്ചയായി വിവാദങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിൽ നിന്നും രക്ഷ നേടുന്നതിനായാണ് പൂജയും ഹോമവും എല്ലാം നടപ്പാക്കാൻ തീരുമാനിച്ചത്. ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ ആശയമായിരുന്നു ഓഫീസിലെ ഹോമങ്ങൾ എന്നായിരുന്നു പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി അധികാരമേറ്റെടുത്തതിനു ശേഷം നടക്കുന്ന വലിയ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. എന്നിട്ടും ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി മൂന്നാം ശക്തി എന്ന നിലയിൽ പ്രവർത്തന രംഗത്ത് സജീവമാകാൻ ഇപ്പോഴും ബി.ജെ.പിക്ക് കഴിയുന്നില്ല. മാത്രമല്ല, ആത്മഹത്യകളും ഒട്ടേറെ അഴിമതി ആരോപണങ്ങളും ലൈംഗിക പീഡനാരോപണങ്ങളും ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നു. തിരുവനന്തപുരത്തെ ബി.ജെ.പി ജില്ലാ ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ തിരുമല അനിൽ, ആർ.എസ്.എസ് നേതാവ് ആനന്ദ് കെ തമ്പി, ആർ.എസ്.എസ് ശാഖയിൽ ലൈംഗിക പീഡനത്തിനിരയായ അനന്തു അജി തുടങ്ങിയവരുടെ ആത്മഹത്യ പാർട്ടിക്ക് വലിയ ക്ഷീണമായി മാറി. മഹിളാ മോർച്ച നേതാവ് നെടുമങ്ങാട് സ്വദേശി ശാലിനിയും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിൽ കർണാടകയിൽ ഉയർന്ന കോടികളുടെ ഭൂമി കുംഭകോണ ആരോപണങ്ങളും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ പേരിലുള്ള 43 ലക്ഷം രൂപയുടെ വായ്പാ തട്ടിപ്പും ബി.ജെ.പി നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി. മുതിർന്ന നേതാവ് എം.എസ്. കുമാർ പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തിയ അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിക്കാനും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിന് കഴിയുന്നുമില്ല. മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രനാകട്ടെ പാർട്ടി അധ്യക്ഷൻ ഇടപെടേണ്ടുന്ന വിഷയങ്ങളിൽ പോലും പരസ്യമായി ഇടപെടുന്നതും മാധ്യമങ്ങൾക്ക് തീവ്ര ശൈലിയിൽ മറുപടികൾ നൽകുന്നതും രാജീവ് ചന്ദ്രശേഖറിന് വലിയ ക്ഷീണമായി മാറിയിട്ടുമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ശത്രുദോഷം മൂലമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തരായ എസ് സുരേഷിനെ പോലെയുള്ള നേതാക്കൾ ധരിപ്പിച്ചിരിക്കുന്നത്. ഹോമം നടത്തി പ്രശ്നം തീർക്കാനുള്ള കുറുക്കുവഴികൾ അരങ്ങേറിയത് അങ്ങനെയാണ്. സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുകയും ചെയ്ത് അടിത്തട്ട് മുതലേ പ്രസ്ഥാനത്തെ ശക്തമാക്കുകയാണ് വേണ്ടതെന്നും അല്ലാതെ ഹോമം നടത്തി കണ്ണിൽ പൊടിയിടുകയല്ല വേണ്ടതെന്ന ആവശ്യമാണ് ബി.ജെ.പി അണികൾക്കിടയിൽ ഇപ്പോൾ ശക്തമായി ഉയരുന്നത്.